ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC കഫേൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ന്യൂ SCERT ചാപ്റ്റേഴ്സിൻ്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ നാടറിയാം എന്നതാണ് ചാപ്റ്ററിൻ്റെ പേര്. ഈ ഒരു ചാപ്റ്ററിൽ കേരളവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ ഭൂപ്രകൃതി, അതുപോലെ തന്നെ മൺസൂൺ, തെക്ക് പടിഞ്ഞാറ് മൺസൂണ്, കാലാവസ്ഥേൻ്റെ കാര്യങ്ങൾ, ജലസ്രോതസ്സുകൾ, മണ്ണിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ കേരളവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ചെറിയ കോൾഡും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തൊണ്ട കുറച്ച് സൗണ്ട് ഇത്തിരി അടഞ്ഞിരിക്കുന്ന ഫീലിംഗ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. പിന്നെന്താ, നമുക്ക് എന്തായാലും വൈകിക്കാതെ നമ്മുടെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടതും ജസ്റ്റ് വായിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കേരളത്തിൻ്റെ ഭൂപ്രകൃതിൻ്റെ ഒരു ചിത്രം ആദ്യം തന്നെ തന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാം. സൂചികയായിട്ട് തീരപ്രദേശം, ഇടനാട്, മലനാട്, 3 തന്നിട്ടുണ്ട്. മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഇവർ മലനാടിന് കൊടുക്കേണ്ട കളർ ഇടനാടിനും, ഇടനാടിന് കൊടുക്കേണ്ട കളർ മലനാടിനുമാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം. മലനാട് 75 മീറ്ററിന് മുകളിൽ എന്നും പറഞ്ഞിട്ട് റെഡാണ് കൊടുത്തേക്കണം. ഓക്കെ, റെഡല്ല, ശരിക്കും ഗ്രീനാണ് വരേണ്ടത്. മലനാടിന് 75 മീറ്ററിന് മുകളിൽ, ഇടനാടാണെങ്കിൽ 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിൽ. ഓക്കെ, ഇടനാട് ഇടയിലാണ്. ഓക്കെ, തീരപ്രദേശം 7.5 മീറ്ററിന് താഴെ. അതുപോലെ ലക്ഷദ്വീപ് കൊടുത്തിട്ടുണ്ട്, പിന്നെ കർണാടക, തമിഴ്നാട് കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് ഈ ഒരു പിക്ചറിൽ ഭൂപ്രകൃതി ഭൂപടമാണ് കേരള ഭൂപ്രകൃതി ഭൂപടം ഇത്രയും കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് അടുത്തടുത്ത സ്ലൈഡിലോട്ട് പോകുമ്പോൾ എന്താണ് മലനാട്, അല്ലെങ്കിൽ മലനാടിൻ്റെ പ്രത്യേകത എന്താണ്, ഇടനാടിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം. നമ്മൾ ഈ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ഭൂപടം നിരീക്ഷിച്ച് താഴെ പറയുന്ന കണ്ടെത്തി നോട്ട്ബുക്കിൽ കുറിക്കാമെന്നാണ് കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ 3 ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏവ. അപ്പം നമുക്ക് ആ ഒരു ചിത്രത്തിൽ ഭൂപടത്തിൽ നിന്ന് മനസ്സിലാകും. മലനാട്, ഇടനാട്, തീരപ്രദേശം, ഇതാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ. മലനാട്, ഇടനാട്, തീരപ്രദേശം. അടുത്തത്, ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിൻ്റെയും സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം അത് തന്നിട്ടുണ്ടല്ലോ. നോക്കിക്കേ, തീരപ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7.5 മീറ്ററിന് താഴെ. ഓക്കെ, താഴെ. ഇടനാട് 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലുള്ളത് ഇടനാട്. മലനാട് 75 മീറ്ററിന് മുകളിൽ. നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു കണക്ഷൻ പറഞ്ഞുതരാം. നമ്മൾ പറഞ്ഞ 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിൽ വരുന്നതാണ് ഇടനാട്. 75 മീറ്ററിന് മുകളിലാണെങ്കിൽ മലനാട്. മുകളിലാണെങ്കിൽ അത് മലനാട്. 7.5 മീറ്ററിന് താഴെയാണെങ്കിൽ തീരപ്രദേശം. ക്ലിയർ ആയോ? നമുക്ക് ഈ വാല്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ തീരപ്രദേശമാണെങ്കിൽ 7.5 മീറ്ററിന് താഴെ, ഇടനാടാണെങ്കിൽ 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലാണ്, മലനാടാണെങ്കിൽ 75 മീറ്ററിന് മുകളിലായിട്ടാണ് വരുന്നത്. അടുത്തത്, ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം ഏതാണെന്നാണ്. നോക്കിക്കേ, നമ്മുടെ ഈ ഒരു ഭൂപടത്തിൽ ലക്ഷദ്വീപ് കടൽ കിടക്കുന്നത് കണ്ടോ? അതിൻ്റെ തൊട്ടടുത്തായിട്ട് കാണുന്നത് ഏതാ? ബ്ലൂ കളറാണ്. ബ്ലൂ കളറല്ലേ കാണുന്നത്? അപ്പോൾ ബ്ലൂ കളർ എന്തിനാണ് കാണിക്കുന്നത്? തീരപ്രദേശത്തെയാണ് ബ്ലൂ കളർ കാണിക്കുന്നത്. അപ്പോൾ ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് തീരപ്രദേശമാണ്. അടുത്തത്, തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാന അതിർത്തികളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണെന്നാണ്. നോക്കിക്കേ, നമുക്ക് ഇവിടെ തന്നിരിക്കുന്നതിൽ ഞാൻ പറഞ്ഞു മലനാട്, ഇടനാടിൻ്റെയും കളർ അടിച്ചിട്ടുള്ളത് തെറ്റായിട്ടുണ്ട്. കർണാടക, തമിഴ്നാടിനോട് ചേർന്ന് വരുന്നത് മലനാടാണ് കേട്ടോ, മലനാട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് എന്താണ് മലനാട് എന്ന് നോക്കാം. മലനാട് ഭൂപ്രകൃതി വിഭാഗം മലനാട്, ഇടനാട്, തീരപ്രദേശത്തിലെ ആദ്യത്തേത് മലനാട്. കേരളത്തിൻ്റെ ഭൂപ്രകൃതി ഭൂപടത്തിൽ മലനാടിൻ്റെ സ്ഥാനം കണ്ടെത്തൂ. നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? കർണാടക, തമിഴ്നാടിൻ്റെയൊക്കെ ആ ഒരു സൈഡിലാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം
75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും കുന്നുകളും മലകളും പർവ്വതവും ഉൾപ്പെടുന്നതുമായ ഭൂപ്രകൃതി വിഭാഗമാണിത്. നോക്കിക്കേ, നമ്മൾ പറഞ്ഞു മലനാടാണെന്ന്. മലനാടിൽ എന്തായാലും മലകളായിരിക്കുമല്ലോ. അപ്പം മലയുണ്ടാകും, കുന്നുണ്ടാകും, പർവ്വതങ്ങളുണ്ടാകും. മലനാട് മലയുണ്ട്, കുന്നുണ്ട്, പർവ്വതമുണ്ട്. ഓക്കെ. ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും പൊതുവെ ഹരിതാഭവുമായ പ്രദേശമാണ് മലനാട്. അപ്പം മലനാടിന് നല്ല രീതിയിൽ മഴ ലഭിക്കുന്നതും അതുപോലെ തന്നെ പച്ചപ്പ് നിറഞ്ഞ അല്ലെങ്കിൽ ഒരു ഹരിതാഭമായ പ്രദേശമാണ് മലനാടെന്ന് പറയുന്നത്. പിന്നെന്താ തന്നിട്ടുള്ളത്? കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. അപ്പം നമുക്കൊരു ചോദ്യം വരും, കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരും, മലനാടിൽ നിന്നാണ് കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത് ഈ പറയുന്നതെല്ലാം മലനാടുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ പോയിന്റ്സും പ്രസ്താവന രീതിയിൽ ചോദിക്കും. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമുക്കൊന്നും കൂടി പറയാം. മലനാടിൻ്റെ പ്രത്യേകതകൾ: മലനാടിൻ്റെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം 75 മീറ്ററിന് മുകളിലാണ്. മലനാട് മലകൾ, കുന്നുകൾ, പർവ്വതങ്ങൾ എല്ലാമുണ്ട്. ഉയർന്ന തോതിൽ മഴ ലഭിക്കുകയും ഹരിതാഭവുമായ പ്രദേശമാണ് മലനാടിൻ്റെത്. ഓക്കെ. മലകൾ പച്ചപ്പോൾ നിറഞ്ഞത് ഒന്ന് ഉദ്ദേശിക്കാം. ഇനി കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് ഈ ഒരു ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. ക്ലിയർ ആയല്ലോ? മലനാട് ഇപ്പം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇടനാടിനെ പറ്റിയാണ്. ഇടനാട്, ഇടയിലുള്ള നാട്, ഇടനാട്. ഓക്കെ. ഇടനാട് തന്നിട്ടുള്ള ഭൂപടം നമ്മൾ നോക്കി. ഇനി മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാട്. അപ്പം നമ്മൾ പറഞ്ഞു ഇടനാട് ഇടയിലാണ്. ആരുടെയൊക്കെ ഇടയിലാണ്? തീരപ്രദേശത്തിൻ്റെയും മലനാടിൻ്റെയും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എത്രയാണ്? 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഈ പ്രദേശത്തിൻ്റെ ഉയരം. പോയിന്റ് എല്ലാം കറക്റ്റായിട്ട് പഠിക്കുക. 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഇതിൻ്റെ ഉയരമെന്ന് പറയുന്നത്. ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഒക്കെയാണ് ഇടനാടിൻ്റെ സവിശേഷത. നമ്മൾ മലനാടിൽ പറഞ്ഞു മലകൾ, കുന്നുകൾ, പർവ്വതങ്ങളുണ്ട്. ഇവിടെ വരുന്നത് ചെറിയ കുന്ന്, താഴ്വരകൾ, അതുപോലെ നദീതടങ്ങൾ. ഓക്കെ. നദീതടം, ഇടനാട്, അങ്ങനെ ഒരു കണക്ഷൻ കൊടുക്കുക. നദീതടം. അപ്പോൾ ഇടനാടിൽ ചെറുകുന്നുണ്ട്, താഴ്വരയുണ്ട്, അതുപോലെ തന്നെ നദീതടങ്ങളുമുണ്ട്. ഈ ഒരു ഇടനാടിൻ്റെ പ്രത്യേകതയാണ്. മലനാടിൻ്റെ ആണെങ്കിൽ മല, കുന്ന്, പർവ്വതം. ഇടനാടാണെങ്കിൽ ചെറിയ കുന്നുണ്ട്, താഴ്വരയുണ്ട്, നദീതടങ്ങളുണ്ട്. ഇടനാടിൻ്റെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ്. അതുപോലെ തന്നെ ഇത് തീരപ്രദേശത്തിൻ്റെയും മലനാടിൻ്റെയും ഇടയിലായിട്ട് വരുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാട്. ഇത്രയും ക്ലിയർ ആയല്ലോ? അപ്പം മലനാടും ഇടനാടും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് തീരപ്രദേശത്തെ പറ്റി പഠിക്കാം. തീരപ്രദേശം ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണിത്. നമ്മൾ ഭൂപടത്തിൽ കണ്ടു, കേരളത്തിൻ്റെ മാപ്പ് നോക്കിയപ്പോൾ ലക്ഷദ്വീപ് കടലിൻ്റെ തൊട്ടടുത്തായിട്ട് നീല കളറിൽ കണ്ടതാണ് തീരപ്രദേശം എന്ന് പറയുന്നത്. കടൽ തീരത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെയാണ് ഉയരം. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെയാണ് തീരപ്രദേശത്തിൻ്റെ ഉയരമെന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെയാണ് ഉയരം. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിവയെ പറ്റി പഠിച്ചു. മലനാടാണെങ്കിൽ എന്താണ്? മലകൾ, കുന്നുകൾ, പർവ്വതങ്ങൾ മലനാടിലുണ്ട്. പിന്നെ ഉയരം 75 മീറ്ററിന് മുകളിലാണ്. പിന്നെന്താ നമ്മൾ പറഞ്ഞത്? 44 നദികൾ ഉത്ഭവിക്കുന്നത് അവിടെ നിന്നാണ്. ഇടനാടാണെങ്കിൽ ഇടയിലുള്ള നാടാണ്. തീരപ്രദേശത്തിൻ്റെയും മലനാടിൻ്റെയും ഇടയിലായിട്ട് വരുന്നു. 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിൽ ആണ്, അല്ലെങ്കിൽ അതുവരെയാണ്. 75 മീറ്റർ വരെയാണ് ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത്. പിന്നെ ചെറിയ കുന്ന്, താഴ്വര, നദീതടങ്ങളെല്ലാം ഇടനാടിനുണ്ട്. തീരപ്രദേശമാണെങ്കിൽ ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്നു. അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെയാണ് ഉയരം എന്ന് പറയുന്നത്. അപ്പം ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. അടുത്ത് നമ്മുടെ പോർഷനിലോട്ട് പോണേണ്. കേരളത്തിൻ്റെ ഭൂപ്രകൃതി കഴിഞ്ഞ അടുത്തത് കേരളത്തിൻ്റെ കാലാവസ്ഥയാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്.
നമുക്ക് എന്താണെന്ന് നോക്കാം. ധാരാളം മഴ ലഭിക്കുന്ന നാടാണ് കേരളം. കേരളത്തിൽ പ്രധാനമായും 2 മഴക്കാലമാണുള്ളത്. എത്ര മഴക്കാലം? 2 മഴക്കാലമാണ് ഉള്ളത്. ഒന്ന്, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം അഥവാ കാലവർഷം എന്ന് പറയും. 2, വടക്ക് കിഴക്ക് മൺസൂൺ കാലം അഥവാ തുലാവർഷം എന്ന് പറയും. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം അല്ലെങ്കിൽ കാലവർഷം, വടക്ക് കിഴക്ക് മൺസൂൺ കാലം അല്ലെങ്കിൽ തുലാം വർഷം. ഈ കാലവർഷം തുലാം വർഷം മാറിപ്പോകും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. ഈ കാലവർഷത്തിലെ കാലൻ എടുക്കുക. കാലൻ തെക്കോട്ടെടുത്തു എന്നോർക്കുക. കാലൻ തെക്കോട്ടെടുത്തു. അപ്പം കാലവർഷം വരുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂണാണ്. കാലവർഷം എന്ന് പറയുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂണാണ്. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ നമുക്ക് അടുത്തത് കിട്ടാൻ ഈസി ആയിരിക്കും. അപ്പം കാലവർഷം, കാലൻ തെക്കോട്ടെടുത്തു, തെക്ക് പടിഞ്ഞാറൻ മൺസൂണ്. അങ്ങനെയാണെങ്കിൽ വടക്ക് കിഴക്കാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ തുലാവർഷം. കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. പ്രസ്താവനയായിട്ട് വന്നിട്ടുള്ള ചോദ്യമാണിത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ വടക്ക് കിഴക്കും തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്താണ് തന്നെ തുലാം വർഷം എന്ന് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊരു തെറ്റായിരിക്കും ആ ഒരു പ്രസ്താവന. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എങ്ങനെയാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്, അല്ലെങ്കിൽ മഴയുടെ ഭൂരിഭാഗവും ലഭിക്കുന്നത്. കേരളത്തിലെ വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെയാണ്. വേനൽക്കാലം അറിയാലോ, മാർച്ച് ടു മെയ് ആണ്. അക്കാലത്ത് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നു. വേനൽക്കാലത്ത് ഇടയ്ക്കെത്തുന്ന മഴ ചൂടിൻ്റെ തീവ്രതയ്ക്ക് കുറച്ച് ആശ്വാസം നൽകുന്നു. അപ്പോൾ വേനൽക്കാലത്തും വരും മഴ അല്ലേ? വേനൽക്കാല മഴ ഉണ്ടായിരിക്കും. നല്ല ചൂടായിരിക്കുന്ന സമയത്ത് നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ കുറച്ചൊരു സമാധാനമായിരിക്കും അല്ലേ? അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് പഠിക്കാനുള്ളത് 2 മഴക്കാലങ്ങളുണ്ട്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അല്ലെങ്കിൽ കാലവർഷം എന്ന് പറയും. കാലൻ തെക്കോട്ടെടുത്തു എന്നാണ് നമ്മൾ പറയുക. കാലൻ തെക്കോട്ടെടുത്തു എന്ന് പറയുക. വടക്ക് കിഴക്കൻ മൺസൂൺ ആണെങ്കിൽ അല്ലെങ്കിൽ അതിനെ തുലാം വർഷം എന്ന് പറയും. കാലവർഷം, തുലാം വർഷം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് കാലത്താണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെയാണ്. നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഒരു ബോക്സാണ് മൺസൂൺ എന്ന് പറഞ്ഞിട്ട്. ടെക്സ്റ്റിൽ ബോക്സിൽ തന്നേക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അത്രയും പ്രാധാന്യം കൊടുക്കണം. കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. അപ്പോൾ മൺസൂൺ കാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. ഓക്കെ, കാലം അത് മാറുന്നതനുസരിച്ച് ഇതിൻ്റെ ഗതിയും മാറും. ഇനി ജൂൺ മുതൽ സെപ്റ്റംബർ വരെ, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്കു പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ്. ഇപ്പം നോക്കിക്കേ, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് അതെങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ ഏത് ദിശയിൽ നിന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ജൂൺ മുതൽ സെപ്റ്റംബർ മാസം, നമ്മൾ ഈ സ്കൂൾ തുറക്കുന്ന ഒരു ടൈമൊക്കെ ഇല്ല, ഈ ഒരു ടൈമിലൊക്കെ ജൂണിൽ മുതൽ സെപ്റ്റംബർ വരെ നല്ല മഴയായിരിക്കും. അപ്പോൾ ആ ഒരു സമയങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക്, ഭൂമധ്യരേഖയുടെ വടക്ക് ഭാഗത്ത്, ആ ഒരു സൈഡിലാണല്ലോ നമ്മുടെ ഇന്ത്യയൊക്കെ ഉള്ളത്, വടക്ക് ഭാഗത്ത് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്കു പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റ്, ഇതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അല്ലെങ്കിൽ കാലവർഷം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നാണ് ഈ ഒരു മഴക്കാറ്റ് വരുന്നത്. അപ്പം നമ്മൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്താന്ന് പറഞ്ഞു? കടലിൽ നിന്നും വീശുന്നതിനാൽ ഇവ ഈർപ്പവാഹിനികളാണ്. കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകളെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുന്നു. ഓക്കെ, അപ്പോൾ പശ്ചിമഘട്ടമുണ്ട്, കരയിലേക്ക് പ്രവേശിക്കുന്ന കാറ്റ് വരുന്നു, അത് പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുന്നു. ഇതിൻ്റെ ഫലമായി കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. ഇതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. കേരളത്തിൽ ഈ മഴക്കാലം കാലവർഷം എന്നറിയപ്പെടുന്നു. ഇനി ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ നേർ വിപരീത ദിശയിൽ വടക്ക് കിഴക്ക് നിന്നും വീശുന്നു. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ തെക്ക് പടിഞ്ഞാറൻ ദിശയിൽ നിന്ന് ഇത് വടക്ക് കിഴക്ക് നിന്ന് വീശുന്നു. ഈ കാറ്റുകൾ വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നു. ഈ കാറ്റുകളുടെ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ കടന്നു പോകുന്നതിനാൽ
ഈർപ്പപൂരിതമാവുകയും ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഈ മഴക്കാലം കേരളത്തിൽ തുലാവർഷം എന്നറിയപ്പെടുന്നു. അപ്പോൾ വടക്ക് കിഴക്ക് ദിശയിൽ നിന്നും വീശുന്ന കാറ്റ് വടക്ക് കിഴക്കൻ മൺസൂണ് അത് എന്ത് ചെയ്യുന്നു? ബംഗാൾ ഉൾക്കടലിൻ്റെ മുകൾ ഭാഗത്തു കൂടി കടന്നു പോകുന്നു, ഈർപ്പപൂരിതമാവുകയും ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ അതുമൂലം മഴ ലഭിക്കുകയും ചെയ്യുന്നു. അപ്പം രണ്ടും മഴ ലഭിക്കുന്നുണ്ട് കേരളത്തിൽ. എന്നാൽ ഏറ്റവും കൂടുതലും തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ആ ഒരു സമയത്താണ് നല്ല രീതിയിൽ മഴ ലഭിക്കുന്നത്. രണ്ട് മൺസൂണുകൾ, തെക്കു പടിഞ്ഞാറൻ അല്ലെങ്കിൽ കാലവർഷം, വടക്ക് കിഴക്കൻ അല്ലെങ്കിൽ തുലാം വർഷം. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഭൂപ്രകൃതി നോക്കി, കാലാവസ്ഥ നോക്കി. ഇനി അടുത്ത പോർഷൻ. ഇനി നമുക്കടുത്തത് മണ്ണ്. ഓക്കെ, മണ്ണ് എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് കാരണമായ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് മണ്ണ്. പാറ പൊടിഞ്ഞ് മണ്ണായി മാറുന്ന പ്രക്രിയ ദീർഘകാലം കൊണ്ടാണ് നടക്കുന്നത്. ഭൂപ്രകൃതി, കാലാവസ്ഥ, പാറയുടെ ഘടന, കാലപ്പഴക്കം, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റ് സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം എന്നിവ മണ്ണ് രൂപപ്പെടുന്നതിന് കാരണമാവുന്നു. ഒരു ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷം വേണ്ടി വരുമെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പം നമ്മൾ പറഞ്ഞു ഭൂപ്രകൃതി അല്ലെങ്കിൽ പാറ പൊടിഞ്ഞാണ് മണ്ണായി മാറുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഭൂപ്രകൃതി, കാലാവസ്ഥ, പാറയുടെ ഘടന, കാലപ്പഴക്കം, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റ് സൂക്ഷ്മജീവികളുടെയൊക്കെ പ്രവർത്തനം മൂലമൊക്കെ മണ്ണ് രൂപപ്പെടും. ഒരു ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടണമെങ്കിൽ എത്ര വർഷം വേണം? 1000-ലധികം വർഷങ്ങൾ എടുക്കും എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം വായിച്ചു പോകുന്നതാണെങ്കിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കണത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ പാറ പൊടിഞ്ഞ് മണ്ണുണ്ടാവുന്നു, ദീർഘകാലമായിട്ടുള്ളതാണ്. ഭൂപ്രകൃതി, കാലാവസ്ഥ, പാറയുടെ ഘടന, കാലപ്പഴക്കം തുടങ്ങിയവയിലൂടെ എല്ലാം പല പല കാരണങ്ങളുണ്ട്. ഓക്കെ, ഇനി ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് സോയില്, ചെമ്മണ്ണ് റെഡ് സോയില്, എക്കൽ മണ്ണ് അലൂവിയൽ സോയില്, വനമണ്ണ് ഫോറസ്റ്റ് സോയില് എന്നിവയാണ് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ. കറുത്ത മണ്ണ് അല്ലെങ്കിൽ ബ്ലാക്ക് സോയില്, പീറ്റ് മണ്ണ് അല്ലെങ്കിൽ പീറ്റ് സോയിൽ എന്നിവയും ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. അപ്പോൾ നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങൾ ഏതെല്ലാമാണ്? ഒന്ന് ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, വനമണ്ണ്. ചെങ്കൽ, ചെമ്മണ്ണ്, എക്കൽ, വനമണ്ണ്. ചെങ്കൽ മണ്ണിനെയാണ് നമ്മൾ ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയും. ചെമ്മണ്ണ് അല്ലെങ്കിൽ ചുമപ്പ്, ഓക്കെ, റെഡ് സോയിൽ എന്ന് പറയും. എക്കൽ മണ്ണ് അല്ലെങ്കിൽ അലൂവിയൽ സോയിൽ, വനമണ്ണ് അല്ലെങ്കിൽ ഫോറസ്റ്റ് സോയിൽ. ഇതെല്ലാം കേരളത്തിലെ പ്രധാന മണ്ണിനാണ്. അതുപോലെ തന്നെ കറുത്ത മണ്ണ് ബ്ലാക്ക് സോയിലും പീറ്റ് മണ്ണൊക്കെ ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്നുണ്ട് എന്നാണ് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചിത്രത്തിൽ തന്നിട്ടുള്ളത് ഈ മണ്ണിൻ്റെ സവിശേഷതകളെ ദോഷകരമായി ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചിത്രമായിട്ട് തന്നിട്ടുണ്ട്. നമുക്കതെന്താണെന്നൊന്ന് വായിച്ചു നോക്കാം. അമിത രാസവള കീടനാശിനി പ്രയോഗം, മണ്ണിലെ പ്ലാസ്റ്റിക് മാലിന്യം, അശാസ്ത്രീയ ഖനന പ്രവർത്തനം, അശാസ്ത്രീയ കാർഷിക പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇതെല്ലാം മണ്ണിന് ദോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. ഒരുപാട് രാസവളങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കൊക്കെ മണ്ണിലിട്ട് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഒന്നും അത് മെൽറ്റാകിയൊന്നുമില്ലല്ലോ, അലിഞ്ഞ് ചേർന്ന് പോകില്ല. അതിങ്ങനെ മണ്ണിൻ്റെ ആ ഒരു ഗുണമേന്മയൊക്കെ നശിപ്പിക്കും. അശാസ്ത്രീയമായിട്ടുള്ള ഖനനമൊക്കെ ആണെങ്കിലും എല്ലാം വളരെയധികം മോശമാണ്. നമ്മുടെ ഈ ഒരു മണ്ണിൻ്റെ ആ ഒരു ഇത് ഇല്ലാതാക്കും. അപ്പോൾ ആ ഒരു സ്ലൈഡും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തത് ഡിസംബർ 5 ലോക മണ്ണ് സംരക്ഷണ ദിനമായി ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നു. അപ്പോൾ ലോക മണ്ണ് സംരക്ഷണ ദിനം എപ്പോഴാണ്? ഡിസംബർ 5 ആണ്. 5 മണ്ണ് സംരക്ഷണ ദിനമാണ് ഡിസംബർ 5. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ലോക മണ്ണ് സംരക്ഷണ ദിനം എപ്പോഴാണ്? ഡിസംബർ 5 ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നതാണ്. അപ്പം നമ്മൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതി നോക്കി, കാലാവസ്ഥ നോക്കി, മണ്ണ് നോക്കി. ഇനി നമുക്ക് ജലസ്രോതസ്സുകളുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, കേരളത്തിൻ്റെ ജലസ്രോതസ്സുകൾ. മനുഷ്യരുടെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാകാത്തൊരു പ്രകൃതി വിഭവമാണ് ജലം. ജലത്തിൻ്റെ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? നമ്മൾ പറയില്ലേ, പുഴകളുണ്ട്, നീരുറവുണ്ട്, കുളങ്ങളുണ്ട്, നദികളുണ്ട് അല്ലേ. ഇതെല്ലാം ജലത്തിൻ്റെ സ്രോതസ്സുകളാണ്. കിഴക്ക് സഹ്യപർവ്വതം മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെ കയറ്റിറക്കങ്ങളോടുകൂടി ചരിവായി നിലകൊള്ളുന്ന ഭൂപ്രകൃതിയാണ് കേരളത്തിൻ്റെത്. നോക്കിക്കേ, കിഴക്ക് നമ്മൾ ഒരു ഇന്ത്യ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ വടക്ക് മുകളിൽ, തെക്ക് താഴത്ത്
കിഴക്ക് മറ്റേ തമിഴ്നാടിൻ്റെയൊക്കെ സൈഡ് കിഴക്ക്, പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ സൈഡ് പടിഞ്ഞാറ്. അപ്പോൾ ഈ കിഴക്ക് സഹ്യപർവ്വതം മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെ കുറച്ച് കയറ്റം ഇറക്കം ഈ രീതിയിൽ ചരിവുകളിലായിട്ട് നിലകൊള്ളുന്ന ഭൂപ്രകൃതിയാണ് ആരുടേത്? നമ്മുടെ കേരളത്തിൻ്റേത്. ഓക്കെ, കിഴക്ക് സഹ്യപർവ്വതം മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെ. സഹ്യപർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിച്ച് കായലിലേക്കും കടലിലേക്കും ഒഴുകുന്ന നദികൾ കേരളത്തെ സമൃദ്ധമാക്കുന്നു. ഇവ കൂടാതെ നിരവധി തടാകങ്ങളും കുളങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് മലനാട് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു കേരളത്തിൽ 44 നദികളും ഉത്ഭവിക്കുന്നത്, ടോട്ടൽ നദികൾ 44, അത് ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? മലനാടിൽ നിന്നാണ്. ഇവയിൽ 3 നദികൾ കിഴക്കോട്ടും 41 നദികൾ പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്. നോക്കിക്കേ, 44 നദികൾ, കേരളത്തിലാകെ നദികൾ 44, 41 പടിഞ്ഞാറോട്ടും 3 കിഴക്കോട്ടും. 3 നദികൾ കിഴക്കോട്ട്, 41 നദികൾ പടിഞ്ഞാറോട്ട്, ആകെ നദികൾ 44. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് കുറച്ച് പദ്ധതികളും അതാരാണ് നിർവഹിക്കുന്നത് എന്ന് പഠിക്കാം. ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളതാണ് പദ്ധതി. ഇനി ഞാൻ ഒഴുകട്ടെ ആരുടേതാണ്? ഹരിത കേരളം മിഷൻ. ഹരിത കേരളം മിഷനാണ് ഇത് നിർവഹിക്കുന്നത്. മാലിന്യമുക്തം നവകേരളം, തെളിനീരൊഴുകും നവകേരളം, ഇത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ഇത് ചെയ്യുന്നത്. ജൽ ജീവൻ മിഷൻ കേന്ദ്ര സർക്കാർ. ഓക്കെ, അപ്പം നമുക്ക് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. അപ്പം ഇനി ഞാൻ ഒഴുകട്ടെ ഹരിത കേരളം മിഷനാണ്. ഇനി ഞാൻ ഒഴുകട്ടെ ആരുടേതാണ്? ഹരിത കേരള മിഷൻ. ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ 2 അവസാനം കിടക്കുന്ന വേർഡ് കണ്ടോ? നവകേരളം എന്നാണ്. ഓക്കെ, നവകേരളം. അപ്പം പുതിയൊരു കേരളം ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ള രീതിയിൽ മാലിന്യമുക്തവും തെളിനീരൊഴുകും നവകേരളം. നവകേരളം ലാസ്റ്റായിട്ട് വരുന്നത് രണ്ടും തദ്ദേശ സ്വയംഭരണ വകുപ്പുമായിട്ട് കണക്ട് ചെയ്യുക. ഇനി ഞാൻ ഒഴുകട്ടെ ഹരിത കേരളം മിഷൻ. പിന്നെ ജൽ ജീവൻ മിഷൻ, അത് കേന്ദ്ര സർക്കാരിൻ്റെയാണ്. ജൽ ജീവൻ ഒരു ഹിന്ദി ടച്ചൊക്കെ കൊടുത്ത കേന്ദ്ര സർക്കാർ, അങ്ങനെയൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ജൽ ജീവൻ മിഷൻ കേന്ദ്ര സർക്കാർ. മാലിന്യമുക്ത നവകേരളം, തെളിനീരൊഴുകും നവകേരളം വരുന്നതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. ഇനി ഞാൻ ഒഴുകട്ടെ ഹരിത കേരളം മിഷൻ. ഇത് 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദ്ധതികളാണ്. അവ നിർവഹിക്കുന്നത് ആരാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, നോക്കാം. ഓരോ പ്രദേശത്തെയും കൃഷി അവിടുത്തെ ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മണ്ണ്, ജലസേചന സൗകര്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവയും കൃഷിയെ സ്വാധീനിക്കുന്നു. അപ്പോൾ കൃഷിയെ സ്വാധീനിക്കുന്നത് എന്തൊക്കെയാണ്? ഒന്നെന്ന് പറയണത് മണ്ണ്, അവിടുത്തെ മണ്ണുമായി റിലേറ്റ് ചെയ്തിരിക്കും. ജലസേചന സൗകര്യം, അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരമെല്ലാം കൃഷിയെ സ്വാധീനിക്കുന്നു. ഇടുക്കി ജില്ലയിലെ മൂന്നാറ്, പീരുമേട്, വയനാട് ജില്ലയിലെ മേപ്പാടി, വൈത്തിരി, തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിൽ തേയില വ്യാപകമായി കൃഷി ചെയ്യുന്നു. അപ്പോൾ എവിടെയൊക്കെയാണ് തേയില വ്യാപകമായി കൃഷി ചെയ്യുന്നത്? ഇടുക്കിയിലാണെങ്കിൽ മൂന്നാർ അല്ലേ, മൂന്നാർ തേയിലത്തോട്ടം നമ്മൾ പറയും. മൂന്നാറ്, പീരുമേട്. വയനാട്ടിലാണെങ്കിൽ മേപ്പാടി, വൈത്തിരി പാർക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. മേപ്പാടി, വൈത്തിരി. തിരുവനന്തപുരം ആണെങ്കിൽ പൊന്മുടി. ഇവിടെയൊക്കെ തേയില വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നു. അതുപോലെ പാലക്കാട് ജില്ലയിലും കുട്ടനാട്ടിലും നെൽകൃഷി വ്യാപകമാണ്. അപ്പോൾ എവിടെയൊക്കെയാണ് നെൽകൃഷി? പാലക്കാട് ജില്ലയിലും ഉണ്ട്, കുട്ടനാട്ടിലും നെൽകൃഷി വ്യാപകമാണ്. ഓക്കെ, വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ വ്യത്യസ്തമായ വിളകൾക്ക് അനുയോജ്യമായ സാഹചര്യം ഒരുക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരക്കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ, ചരിവാർന്ന ഭൂപ്രകൃതി എന്നിവ മലനാട് മേഖലയിൽ തേയില, ഏലം, കാപ്പി, കുരുമുളക് മുതലായ വിളകൾക്ക് അനുകൂല സാഹചര്യം ഒരുക്കുന്നു. നോക്കിക്കേ, ഇതിന് നമുക്ക് പഠിക്കാനുണ്ട് മലനാടിലുള്ള വിളകൾ. മലനാടിൽ എന്തൊക്കെയാണ് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതെന്ന്. മലനാട് മേഖലയിൽ തേയില, ഏലം, തേയില, കാപ്പി പിടിക്കുക. തേയില, കാപ്പി, ഏലം, കുരുമുളക്. തേയില, കാപ്പി, ഏലം, കുരുമുളക് ഇതൊക്കെയാണ് മലനാടിൽ. എന്തുകൊണ്ടാണ്? അവിടെ നല്ലൊരു തണുത്ത കാലാവസ്ഥ. നമ്മൾ പറഞ്ഞു 75 മീറ്ററിന് മുകളിലാണെന്ന്. അപ്പം ആ ഒരു
ഉയരക്കൂടുതൽ കാരണം നല്ല തണുത്ത കാലാവസ്ഥയായിരിക്കും. ചരിവാർന്ന ഭൂപ്രകൃതി ഉള്ളത് കൊണ്ട് തേയില, കാപ്പി, ഏലം, കുരുമുളകൊക്കെ അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഭൂപ്രകൃതിയും മണ്ണിൻ്റെ സവിശേഷതകളും ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണമാകുന്നു. മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ കിഴങ്ങ് വർഗ്ഗങ്ങളോടൊപ്പം ഇടനാട്ടിൽ വാഴക്കൃഷിയും റബ്ബർ കൃഷിയും വ്യാപകമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ്. ആ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലാണ്. അപ്പോൾ ഇടനാട്ടിലാണ് ഈ പറയുന്ന വാഴക്കൃഷി, റബ്ബർ, മരച്ചീനി, ചേന, ചേമ്പ്, ഇങ്ങനെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, വാഴ, അതുപോലെ തന്നെ റബ്ബർ, ഇതൊക്കെ കൂടുതലുള്ളത് ഇടനാട്ടിലാണ് കൃഷി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ്. തീരപ്രദേശത്തെ എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യം നെൽകൃഷിക്ക് അനുയോജ്യമാണ്. തെങ്ങ് സമൃദ്ധമായി വളരുന്നതിന് ഇവിടുത്തെ ഉപ്പ് രസമുള്ള മണ്ണ് സഹായകമാണ്. കായലുകൾ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ പറയില്ലേ, ഈ തെങ്ങൊക്കെ കൂടുതൽ തീരപ്രദേശങ്ങളിൽ കാണാൻ പറ്റും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു മണ്ണിൻ്റെ ഉപ്പ് രസം ഉള്ളതുകൊണ്ടാണ് തെങ്ങ് നല്ല രീതിയിൽ വളരാൻ അവിടെ കാരണമാകുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു, തീരപ്രദേശത്തെ എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യം നെൽകൃഷിക്കും അനുയോജ്യമാണ്. ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിലുമുള്ള മണ്ണ്, നിലനിൽക്കുന്ന കാലാവസ്ഥ, ലഭിക്കുന്ന മഴ എന്നിവയ്ക്കനുസൃതമായാണ് അവിടുത്തെ കൃഷി രൂപപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലെ പല ആഘോഷങ്ങളും കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ഏറെ ബന്ധമുള്ളതാണ്. ഓണം ഒരു വിളവെടുപ്പ് ഉത്സവമാണെന്നറിയാലോ. അതുപോലെ വിഷുവിനും വിളവെടുപ്പുമായാണ് ബന്ധം. മഴക്കാലത്തിന് ശേഷം കേരളത്തിലെ ജലാശയങ്ങളിൽ നടക്കുന്ന വള്ളംകളി മത്സരങ്ങൾ, വയലുകളിൽ നടക്കുന്ന കാളപ്പൂട്ട് മത്സരങ്ങൾ എന്നിവ കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളാണ്. ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കാനായിട്ടുള്ളൂ. കേരളവും പ്രകൃതി ദുരന്തങ്ങളും. കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയും അനുകൂലമായ കാലാവസ്ഥയും ജനജീവിതം സുഗമമാക്കുന്നെന്ന് കണ്ടല്ലോ. ചില സന്ദർഭങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകാറുണ്ട്. പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ ധാരാളമുള്ള ഭൂപ്രകൃതിയാണ് കേരളത്തിനുള്ളത്. പിന്നെ കൂടുതലും മനുഷ്യരുടെ ഇടപെടൽ മൂലമൊക്കെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ 2 ചിത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ പറയാം? ചുഴലിക്കാറ്റ്, കാട്ടുതീ, അതുപോലെ തന്നെ പ്രളയം, വെള്ളപ്പൊക്കം വരും, പിന്നെ മണ്ണിടിച്ചിൽ വരും. ഇതെല്ലാം ഈ പറയുന്ന പ്രകൃതി ദുരന്തങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രകൃതി ദുരന്തം? ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും, അല്ലേ? ജീവൻ, സ്വത്ത്, പരിസ്ഥിതിക്ക് അപായകരമായ പ്രകൃതി പ്രതിഭാസങ്ങളാണ് പ്രകൃതി ദുരന്തം. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യരെയും മറ്റ് ജീവജാലങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നു. 2004 സുനാമി കേരളത്തിൽ വലിയ കെടുതികൾക്ക് കാരണമായി. അതായത് ഇപ്പോൾ നമ്മൾ പറയില്ലേ, പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾക്ക് ജീവന് അപായകരമാണ്. അതുപോലെ തന്നെ അവർ അത്രയും നാൾ ചിലപ്പോൾ കഷ്ടപ്പെട്ട് വെച്ച വീടുകളായിരിക്കും, സ്വത്തുകളുണ്ടായിരിക്കും, അവരുടെ സ്വർണ്ണങ്ങളുണ്ടായിരിക്കും. ഇതെല്ലാം ഒറ്റൊരു നിമിഷം കൊണ്ട് തകർന്ന് ഇല്ലാതായി പോകും. പിന്നെ ആ ഒരു ഏരിയയിലുള്ള പരിസ്ഥിതിയും അതേപോലെ തന്നെ അപായകരമാകും. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രകൃതി പ്രതിഭാസമാണ് നമ്മൾ പ്രകൃതി ദുരന്തം എന്ന് പറയുന്നത്. 2018 കേരളത്തിലുണ്ടായ വലിയ പ്രളയം, അല്ലേ? 2018 കേരളത്തിൽ നല്ല പ്രളയമുണ്ടായി. 2019 കവളപ്പാറയിലും 2020 പെട്ടിമുടിയിലുമുണ്ടായ ഉരുൾപൊട്ടലുകൾ എന്നിവ അതത് പ്രദേശങ്ങളിലെ ജനജീവിതം ദുസ്സഹമാക്കിയിരുന്നു. നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. 2018 നമുക്ക് പ്രളയമുണ്ടായി. തൊട്ടടുത്ത വർഷം എന്തായിരുന്നു? കവളപ്പാറ, അല്ലെ? മലപ്പുറം ജില്ലയിലെ കവളപ്പാറയിൽ ഉരുൾപൊട്ടൽ 2019. പിന്നെ പെട്ടിമുടി ഇടുക്കി ജില്ലയാണ്. പെട്ടിമുടിയിൽ ഉരുൾപൊട്ടലുണ്ടായത് 2020. ഓക്കെ, അപ്പോൾ ഈ ചിത്രങ്ങളിൽ കൊടുത്തിട്ടുള്ളതും ഈ പ്രകൃതി ദുരന്തവുമായി കണക്ട് ചെയ്ത് വരുന്നതാണ്. അതുപോലെ നമ്മുടെ ഈ ചാപ്റ്ററിൽ തന്നെ മുന്നൊരുക്കങ്ങൾ എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനം, ദുരന്ത സമയത്തെ രക്ഷാപ്രവർത്തനം, ദുരന്താനന്തര പ്രവർത്തനം. അപ്പം നമുക്ക് ആദ്യം ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനം നോക്കാം. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചില ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയുക. നമ്മുടെ കാലാവസ്ഥ ആളുകൾ, ഈ ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയില്ലേ, ഇത്ര മണിക്ക് മഴ പെയ്യും എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതുപോലെ മുൻകൂട്ടി അറിയാനായിട്ട് സാധിക്കും. ദുരന്ത സാധ്യതാ മേഖലകളിൽ മുന്നറിയിപ്പുകൾ നൽകി ബോധവൽക്കരണത്തിനും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുക, അല്ലേ? നമുക്ക് ഓരോ മഴേൻ്റെ അളവും ഈ പ്രളയത്തിന് ശേഷം ഓറഞ്ച്, അല്ലെങ്കിൽ മഞ്ഞ, അല്ലെങ്കിൽ റെഡ്,
എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് റെഡ് അലേർട്ട്, ഓറഞ്ച് അലേർട്ട്, യെല്ലോ അലേർട്ട് എന്നൊക്കെ പറഞ്ഞ് വരും. അപ്പോൾ ആ ഒരു ടൈമിൽ വേണ്ട മുൻകരുതലൊക്കെ എടുക്കാൻ പറ്റും. ഇനി ദുരന്ത സമയത്തെ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുക. ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിച്ച് ഭക്ഷണം, വസ്ത്രം, താമസ സൗകര്യം, ചികിത്സ എന്നിവ ലഭ്യമാക്കുന്നതിന് ആസൂത്രണം നടത്തുക. ദുരന്താനന്തര പ്രവർത്തനം അല്ലെങ്കിൽ ദുരന്തത്തിന് ശേഷം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ദുരന്തബാധിതരെ പുനരധിവസിക്കുക, അല്ലെ? വീട് ഇതൊക്കെ നശിച്ചുപോയ ആളുകൾക്ക് പുതിയ വീടുകളൊക്കെ വെച്ച് കൊടുക്കുക, ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്ത സാഹചര്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. ഈ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ എന്താണ് അശാസ്ത്രീയമായ ഖനനങ്ങളിലൂടെയൊക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് തടഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മണ്ണ്, ചരിഞ്ഞ പ്രദേശങ്ങളിലുള്ള മണ്ണൊക്കെ നല്ല രീതിയിലൊക്കെ നോക്കി നടക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ദുരന്തങ്ങളൊന്നും പരമാവധി ഉണ്ടാവില്ലെന്നല്ല, പരമാവധി നമുക്ക് അതിനൊരു എന്താ പറയുക കൺട്രോൾ ചെയ്തൊക്കെ നിർത്താനായിട്ട് പറ്റും. മനുഷ്യരുടെ ഇടപെടൽ മൂലമാണല്ലോ കൂടുതലും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്, മനസ്സിലാക്കി വെക്കുക. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെല്ല്, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നമുക്ക് ഒന്നും കൂടി പറയാം. ഓക്കെ, ഇതിനകത്ത് ഇപ്പോൾ ഏതാണ് എന്താ പറയുക പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് വരുന്ന വകുപ്പുകളിൽ വകുപ്പുകൾ ഏത്, അല്ലെങ്കിൽ വകുപ്പുകളിൽ പെടാത്തത് ഏത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ വരും. നോക്കിക്കേ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഉണ്ട്, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ട്, മാറിപ്പോകില്ലല്ലോ. അതുപോലെ സംസ്ഥാനമായി, ജില്ലയായി. ഇനി ഈ കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പുണ്ട്, ഒരു വകുപ്പ്, കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്. പിന്നെ എന്തൊക്കെയാണ്? ദുരന്ത സാധ്യത അപഗ്രഥന സെല്ലുണ്ട്, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത്രയുമാണ് വരുന്നത്. അപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പുണ്ട്, അതുപോലെ തന്നെ ദുരന്ത സാധ്യത അപഗ്രഥന സെല്ലും ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഈ ഒരു പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് വരുന്ന വകുപ്പുകളും സംവിധാനങ്ങളിലും ഉൾപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ കേരള ഭൂപ്രകൃതി പഠിച്ചു, കാലാവസ്ഥ പഠിച്ചു, മണ്ണിനെ പറ്റി പഠിച്ചു, അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളെ പറ്റി പഠിച്ചു, അല്ലേ? ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറഞ്ഞു ഭൂപ്രകൃതി, മലനാട്, ഇടനാട്, തീരപ്രദേശം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, മണ്ണുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു, അല്ലേ? ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്, കറുത്ത മണ്ണ്, വനമണ്ണ് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. മഴയുടെ കാര്യം പറഞ്ഞു, കാലാവസ്ഥയിൽ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ അല്ലെങ്കിൽ കാലവർഷം, കാലൻ തെക്കോട്ടെടുത്തു എന്നുള്ള ഒരു ചെറിയ കണക്ഷനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ എന്താണ് എന്നും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഇത് 5ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ നാടറിയാം എന്നുള്ളതാണ്. ഇത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ്സിലൂടെ തന്നെ പഠിച്ചിട്ടുണ്ടാകും. അത്രയും നമ്മൾ ഫോക്കസ് ചെയ്ത് തന്നെയാണ് ഈ ഒരു ക്ലാസ്സസ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇനി നമുക്കൊരു അടുത്ത ഒരു SCERT ചാപ്റ്ററായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ട് മനസ്സിലായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും കമൻറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ടീച്ചിങ് സ്റ്റൈൽ ഇഷ്ടപ്പെടുകയോ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. നമ്മളതനുസരിച്ച് ചേഞ്ചസ് വരുത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും നന്നായി പഠിക്കുക. നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.